തൃശ്ശൂർ പൂരത്തിന് മുന്നോടിയായി ആനകളുടെ ഫിറ്റ്നസ് പരിശോധന തുടങ്ങിയിട്ടുണ്ട്. ആദ്യം തന്നെ എറണാകുളം ശിവകുമാറിൻ്റെ ഫിറ്റ്നസ്സാണ് പരിശോധിക്കുന്നത്. കാരണം നാളെ പൂര വിളംബരത്തിന് നെയ്തലക്കാവുമ്മയുടെ തിടമ്പേറ്റി തെക്കേനട തുറക്കുന്നത് എറണാകുളം ശിവകുമാറാണ്. അപ്പോൾ അവൻ്റെ പരിശോധന, എറണാകുളം ശിവകുമാറിൻ്റെ പരിശോധനയാണ് ഇപ്പോൾ തുടങ്ങുന്നത്. വടക്കുനാഥൻ്റെ കുക്കർണിപ്പറമ്പിലാണ് ഇതിൽ വനം വകുപ്പും അതേപോലെ അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ സംയുക്തമായിട്ടാണ് ഈ ഒരു പരിശോധന. ഡോക്ടർ ഗിരിദാസ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇത് എല്ലാ തവണയുള്ള പരിശോധനകൾ അല്ല എല്ലാ തവണയും നമ്മൾ ഒരു ദിവസം മുന്നേ തന്നെ നമ്മൾ ശിവനെ പരിശോധിച്ച്, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ സന്ദേശം, പൂരത്തിൻ്റെ സന്ദേശത്തിനായി വരുന്നത്, അതുകൊണ്ട് തന്നെ അതിന് ആദ്യമേ തന്നെ അത് പരിശോധിച്ച് ഇപ്പോൾ ടോക്കൺ കൊടുക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ്? ആനയുടെ ഹെൽത്ത്, ആരോഗ്യം, പിന്നെ ആനയുടെ സ്വഭാവ രീതികൾ, പാപ്പാനും ആനയുമുള്ള ബന്ധം, അങ്ങനെ മൊത്തത്തിൽ തൃശ്ശൂർ പൂരത്തിന് എങ്ങനെ ആനകളെ എഴുന്നള്ളിക്കാമെന്നതിനെ കുറിച്ചൊരു പ്രത്യേക രീതിയുണ്ട്, ഒരു SOP ഉണ്ട്. ആ SOP പ്രകാരമാണ് ഇവിടെ ആനകളെ നമ്മൾ പരിശോധിക്കുന്നത്. കനത്ത ചൂടാണ് ഇത്തവണ പറയുന്നത്. അതെങ്ങനെയും ആനകൾക്ക് നല്ല വെള്ളം കുടിക്കാനായിട്ട് എപ്പോഴും നല്ല വെള്ളമുള്ള ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ ചൂട് അതൊരു പ്രശ്നമല്ല. അപ്പോൾ ചൂടിൽ നിൽക്കുന്ന ഒരു മൃഗമാണ് ആന. പക്ഷേ വെള്ളം നന്നായി കൊടുക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആനകളുടെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നം ഉണ്ടാകാൻ വഴിയില്ല. എന്തെങ്കിലും നിർദ്ദേശങ്ങൾ പാപ്പന്മാർക്ക് കൃത്യമായിട്ട് ഭക്ഷണം കൊടുക്കണം, നല്ല വെള്ളമുള്ള ഭക്ഷണം കൊടുക്കാനായിട്ടുള്ള നിർദ്ദേശം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തറയിൽ എപ്പോഴും നനയ്ക്കാനായിട്ട് ചാക്കിട്ട് വെള്ളം നനയ്ക്കാനായിട്ടുള്ള നിർദ്ദേശം നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാം കൃത്യമായിട്ട് എല്ലാ ദേവസ്വങ്ങളും തിരുവമ്പാടി ദേവസ്വം, പറമ്പക്കൽ ഇതെല്ലാം കൃത്യമായിട്ട് പരിപാലിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. മറ്റ് ആനകളുടെ പരിശോധന നാളെയാണ് മറ്റുള്ള ആനകളെ പരിശോധിക്കുക. 1-2 ആനകളെ മാത്രം തിരക്കിട്ടിട്ട് അവർക്ക് വേറെ പ്രോഗ്രാമുകളുണ്ടെന്ന് പരിശോധിച്ച് വിടാമെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നാളെയാണ് എല്ലാ ചടങ്ങും ചെയ്യുക. ആനകളുടെ ആരോഗ്യം എല്ലാം പരിശോധിക്കും. ചിപ്പ്, മൈക്രോ ചിപ്പ്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് മൈക്രോ ചിപ്പ് വെച്ചിട്ട് ആനയെ ഐഡന്റിഫൈ ചെയ്യും. അതിനുശേഷം ആനയുടെ ആരോഗ്യം പരിശോധിക്കുന്നത് മൃഗസംരക്ഷണ വകുപ്പിൽ ഉദ്യോഗസ്ഥർ അത് പരിശോധിക്കും. ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റെയും അതുപോലെ തന്നെ മൃഗസംരക്ഷണ വകുപ്പിൻ്റെയും ഒരു ജോയിൻറ്റ് ഇൻസ്പെക്ഷനാണ് നടക്കുന്നത്. സാധാരണഗതിയിൽ ഏറ്റവും ആദ്യം ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ ആദ്യ ചടങ്ങായ തെക്കേ ഗോപുരനട തുറക്കൽ ചെയ്യുന്നത് ശിവകുമാർ ആയതുകൊണ്ട് തന്നെ അവന് ഏറ്റവും ആദ്യമാണ് നമ്മൾ പരിശോധിച്ച് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതാണ്. നമ്മൾ ആനയുടെ മസ്തിലാണോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ആരോഗ്യ പരിശോധന, മുറിവുകളുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കും. അതോടൊപ്പം തന്നെ ആന പാപ്പാനുമായിട്ടുള്ള കമാൻഡ്സ് എത്രത്തോളം അംഗീകരിക്കുന്നുണ്ട് അല്ലെങ്കിൽ അനുസരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം പരിശോധിക്കും. ഗ്രോസ് ആയിട്ടുള്ള മുറിവുകൾ, ടൈം ഓഫ് എക്സാമിനേഷൻ എന്തൊക്കെയുണ്ടെന്നെല്ലാം പരിശോധിക്കും. അതോടൊപ്പം തന്നെ അതിൻ്റെ ഇൻഷുറൻസ്, ബാക്കി കാര്യങ്ങൾ, ചിപ്പെല്ലാം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടാണ് നമുക്ക് തരുന്നത്. അതിനുശേഷമാണ് മൃഗസംരക്ഷണ വകുപ്പിൻ്റെ പരിശോധന നടക്കുന്നത്. പൂർണ്ണ ആരോഗ്യവാനം ഉറപ്പുവരുത്തിയിട്ടാണ് നമ്മൾ തൃശ്ശൂർ പൂരം പോലത്തെ ഒരു പൂരത്തിൻ്റെ ഒരു അറിയാമല്ലോ. തൃശ്ശൂർ പൂരം മാത്രമല്ല, എല്ലാ പൂരത്തിനും നമ്മൾ ആനകളെ സുരക്ഷിതമായിട്ടാണ് ലഭിക്കേണ്ടത്. ഇതിന് കുറച്ചും കൂടെ കൂടുതലായിട്ട് നമ്മൾ പരിശോധന നടത്തും. ഇത്തവണ എന്തെങ്കിലും കൂടുതൽ മുൻകരുതൽ നിർദ്ദേശങ്ങളുണ്ട്? ചൂടിൻ്റേതായ പ്രശ്നം കൊണ്ട് നമ്മൾ കൃത്യമായിട്ടും നനയ്ക്കാനും ഷെയ്ഡ് മാക്സിമം കൊടുക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ തൃശ്ശൂർ പൂരം അത്തരം കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് തന്നെ ചെയ്യുന്നതാണ്. കുറച്ചും കൂടെ കൂടുതൽ കരുതൽ കൊടുക്കാനായിട്ട് ഇപ്രാവശ്യം നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് വനംവകുപ്പിൻ്റെ ഭാഗത്ത് തന്നെ ഇപ്പം വിവേക് ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോൾ സംയുക്തമായിട്ടുള്ള ഒരു പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത് എൻവയോൺമെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും നേതൃത്വത്തിലുള്ള ഒരു സംയുക്ത പരിശോധനയാണ്. അതിൻ്റെ ആദ്യപടിയായിട്ട് നമ്മൾ ഇന്ന് എറണാകുളം ശിവകുമാർ ആനയെ പരിശോധിക്കുകയാണ്. അതോടൊപ്പം തന്നെ തെച്ചിക്കോട്ട് രാമേന്ദ്രൻ ആനയുടെ പരിശോധനയും കൂടി ഇന്നത്തെ ദിവസം നടക്കുന്നുണ്ട്. ബാക്കിയുള്ള ആനകളെല്ലാം തന്നെ നാളെ പ്രത്യേകം സജ്ജീകരിച്ചിട്ടുള്ള തിരുവമ്പാടി ദേവസ്വം സജ്ജീവ സ്ഥലത്തും അതേപോലെ പാറമേക്കാവിൻ്റെ സജ്ജീവ സ്ഥലത്തും നാളെ പൂർത്തിയാക്കുന്നതായിരിക്കും. പിന്നെ ഉഷ്ണതരംഗം പോലെയുള്ള ചില സിറ്റുവേഷനിലും അതുപോലെ മാറിയ സാഹചര്യത്തിലും, മുണ്ടത്തിക്കോട് അപകടത്തിൽ മാറിയ സാഹചര്യത്തിലും ആനകളുടെ കാര്യത്തിൽ കൃത്യമായിട്ടുള്ളൊരു പരിശോധനയും എല്ലാം കൂടെ വനംവകുപ്പും അതുപോലെ AIC ഡിപ്പാർട്ട്മെൻറ്റും ഉറപ്പുവരുന്നതാണ്. ഏത് ഉഷ്ണതരംഗത്തിന് ഇപ്പോൾ ആവശ്യമായിട്ടുള്ള പ്രിക്കോഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് തറകൾ നനച്ചു കൊടുക്കാനായിട്ടും ആവശ്യമായിട്ടുള്ള ഷെയ്ഡ് പന്തലൊരുക്കാനും മറ്റു കാര്യങ്ങൾ മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പരമാവധി നമ്മൾ എല്ലാ തരത്തിലുള്ള റെസ്ട്രിക്ഷൻസും നിയന്ത്രണങ്ങളും എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും പൂരം ഭംഗിയായിട്ട് നടക്കുന്ന സമീപനങ്ങൾ ഈ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് എടുക്കുന്നതായിരിക്കും. നാളെ മറ്റ് പരിശോധനകൾ ഉണ്ടാവും. അതെ, എൻവയോൺമെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ 25 ഡോക്ടർമാർ വീതം ഉൾപ്പെടുന്ന 50 പേരുണ്ട്. മൊത്തം 2 വിഭാഗങ്ങളിലായിട്ടുണ്ട്. അതുപോലെ തന്നെ പാരാവെറ്ററിനറിയൻസ്, പിന്നെ ഡ്രൈവർമാർ ഉൾപ്പെടെയുള്ള വലിയൊരു സംഘം തന്നെ നമ്മൾ ഇതിനു വേണ്ടി സജ്ജീകരിച്ചിട്ടുണ്ട്. പിന്നെ ഈ ചൂട് വലിയൊരു പ്രശ്നമാണ്, അതൊരു ആശങ്കയുണ്ട്. പക്ഷെ അതിന് ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആവശ്യം വേണ്ടുന്ന വെള്ളം, ഷെയ്ഡ്, പിന്നെ ഈ ഭക്ഷണ ക്രമീകരണം, ധാരാളം വെള്ളം, പിന്നെ ഈ തണ്ണിമത്തൻ, വെള്ളരി പോലുള്ള പദാർത്ഥങ്ങൾ കൊടുക്കാനൊക്കെ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ വകുപ്പ് വളരെ പൂരപ്രേമികൾക്കും ആനപ്രേമികൾക്കും ഏറ്റവും നല്ല രീതിയിൽ, അതുപോലെ ആനകളുടെ ആരോഗ്യം സംരക്ഷിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ പൂരം നല്ല രീതിയിൽ നടക്കണം എന്നുള്ളൊരു പ്രവർത്തനം തന്നെയാണ് ഉണ്ട്. ഇത്രയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള അത്രയും ആളുകൾ ഇതിൽ സജ്ജമാണ്. നമുക്ക് തിരുവമ്പാടിയിലുള്ള നമ്മുടെ എക്സ്റ്റൻഷൻ യൂണിറ്റ് കൺട്രോൾ യൂണിറ്റായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതിനുവേണ്ടുന്ന വാഹന സൗകര്യങ്ങൾ, പിന്നെ പോലീസിൻ്റെ സാന്നിധ്യം, 2 ഡാർട്ടിംഗ് എക്സ്പെർട്സ് ഉണ്ട് നമുക്ക്. അപ്പോൾ അതിനുള്ള ഗണ്ണും കാര്യങ്ങളൊക്കെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ വേറെ
കണ്ടിന്യൂസുകളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ പൂരം നടക്കണം എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എങ്ങനെ ചൂടിനെ പറ്റി ആശങ്ക? ഇല്ല, അപകടരഹിതമായ ഒരു പൂരം നടത്തുക എന്നുള്ളത് നമ്മുടെ ഒരു എല്ലാവരും ഒത്തൊരുമിച്ച് നിന്നാൽ അത് നടക്കും. ചൂട് മെയ് മാസം ഏപ്രിൽ മെയ് മാസത്തിൽ ചൂട് എന്തായാലും ഉണ്ട്. പക്ഷേ പൂരം നമ്മൾ നല്ല രീതിയിൽ എല്ലാ ആനകൾക്കും വേണ്ട പരിചരണം കൊടുത്ത് നല്ല രീതിയിൽ തന്നെ നടത്താനാണ് നമ്മളെല്ലാവരും പരിശ്രമമാണ്. എല്ലാവരും കൂട്ടായ്മ വേണം, നാട്ടുകാരുടെയും സഹകരണം വേണം, പാപ്പാന്മാരുടെ ഉടമസ്ഥരെയും എല്ലാവരും സഹകരണം, ദേവസ്വങ്ങൾ നന്നായി സഹകരിക്കുന്നുണ്ട്. അതാണ് നമ്മുടെ പൂരത്തിൻ്റെ വിജയം. അങ്ങനെ ഒരു അനിഷ്ട സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ നേരിടാനുള്ള സംവിധാനങ്ങൾ, അതോടൊപ്പം തന്നെ ഈ ചൂടിനെ നേരിടാൻ വേണ്ട സംവിധാനങ്ങൾ, പ്രത്യേകിച്ച് ആനകളെ സംബന്ധിച്ചുള്ളത് തന്നെയാണ് ഈ മണിക്കൂറുകളിൽ പ്രധാനപ്പെട്ട കാര്യം. ഇനിയുള്ള ദിവസങ്ങളും അത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. ആനകൾ പൂർണ്ണമായും ആരോഗ്യവാനാണ് എന്ന് ഉറപ്പുവരുത്താനുള്ള നടപടികളാണ് ഈ ഒരു പരിശോധനകളുടെ ലക്ഷ്യമിടുന്നത്. ഇന്നത്തെ ദിവസം ഈ എറണാകുളം ശിവകുമാറിൻ്റെയും അതുപോലെ 1-2 മറ്റാനകളുടെയും മാത്രമേ ഉള്ളൂ. മറ്റു ആനകളുടെയൊക്കെ നാളെ ഉണ്ടാവുക എന്നാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത്. അഖിൽ ഓട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.